ഭഗവാന്റെ കഥകൾ കേൾക്കാൻ എന്നും നമുക്കിഷ്ടം തന്നെയാണ്. ഈ ഇടയിൽ കേട്ടാൽ ഏറ്റവും മനോഹരമായ ഒരു കഥ ഞാൻ ഇന്ന് കേട്ടു. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദുഷ്ടന്മാരെ ഭഗവാൻ പന പോലെ വളർത്തുന്നു, നല്ല ആൾക്കാരെ കടന്ന് കഷ്ടപ്പെടുത്തുന്നു, അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകുന്നു. ദുഷ്ടന്മാർക്ക് എല്ലാ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാം ഒരുപാട് സൗഭാഗ്യങ്ങൾ അവർക്കുണ്ടാവുന്നു. എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു നന്മയും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ കാണാറില്ല. പക്ഷേ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കഥ നമുക്ക് പറയാം. ഒരിക്കൽ കൃഷ്ണനും അർജുനനും കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് തിരിഞ്ഞ് വരികയായിരുന്നു. ഒരിടത്ത് വിശ്രമിക്കുമ്പോൾ, ഒരാളിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ അർജുനൻ ഇതേ ചോദ്യം കൃഷ്ണനോട് ചോദിച്ചു. എന്താ ഭഗവാനെ, നല്ലവരെ ഭഗവാൻ പരീക്ഷിക്കുന്നത്, എന്നാൽ ദുഷ്ടന്മാരായ ആൾക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് അവർക്ക് ഒരു ഇതുമില്ലാതെ നിൽക്കുന്നത്? ഭഗവാൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ മറുപടി ഞാൻ നിനക്ക് പറയാം. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേഷം മാറി ഈ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ അർജുനനും കൃഷ്ണനും വേഷം മാറി അടുത്തുള്ളൊരു ഗ്രാമത്തിൽ നടക്കുകയായിരുന്നു. ആദ്യം ഭഗവാൻ ഒരു ധനികൻ്റെ വീട്ടിൽ ചെന്നു. അയാൾ ഭയങ്കര അഹങ്കാരിയായിരുന്നു. അയാൾ ഭഗവാനെ വേഷം മാറി വന്നാൽ ഭഗവാനെ മനസ്സിലാക്കിയില്ല, അർജുനനെ മനസ്സിലായില്ല. അവൻ പറഞ്ഞു, ഇന്ന് ഏറെ വൈകിയാൽ അവർക്ക് തങ്ങാനൊരു സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ ധനികൻ അവരെ വളരെ പുച്ഛത്തോടെ നോക്കുകയും അവരുടെ ആഗമനത്തിൽ സന്തോഷിക്കുകയും ചെയ്യാതെ അവരുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ ആ തൊഴുത്തിൽ പോയി കിടന്നോളാൻ പറയും. ഭഗവാനൊന്നും മിണ്ടിയില്ല. ശരി, കാലികളുടെ തൊഴുത്തിലോട്ട് പോകാമെന്നും പറഞ്ഞ് അർജുനെ വിളിച്ചുകൊണ്ട് തൊഴുത്തിൽ പോകും. അത് കണ്ടിട്ട് അർജുനനെ ഒന്നും മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഭഗവാൻ ആ തൊഴുത്ത് ഒന്ന് നോക്കിയപ്പോൾ ഭഗവാൻ മനസ്സിലായി, വളരെ ദയനീയമായി ഏത് നിമിഷവും അത് ഒടിഞ്ഞു വീഴാൻ പറ്റുന്ന രീതിയിലൊരു തൊഴുത്താണ്. ഭഗവാൻ വേഗം തന്നെ ആ തൊഴുത്തെല്ലാം വൃത്തിയാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതാക്കിയെടുത്തു. എന്നിട്ട് അവരന്ന് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം നന്ദി പറഞ്ഞു അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ ചെന്നു. ആ ബ്രാഹ്മണനായിരുന്നു. ആ ബ്രാഹ്മണൻ വളരെ സന്തോഷത്തോടെ അവർ രണ്ടുപേരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ആഹാരമൊക്കെ കൊടുക്കുകയും എല്ലാം ചെയ്തു. കുറച്ച് കഴിഞ്ഞ് അവരവിടെ വിശ്രമിക്കുന്ന സമയത്ത് ബ്രാഹ്മണനാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഭഗവാനും അർജുനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവരുടെ പരിമിതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ബ്രാഹ്മണൻ്റെ ഒരു പശുവിന് പാമ്പ് കടിയായിട്ട് മരിക്കുകയാണ്. അപ്പോൾ അർജുനൻ ചോദിച്ചു, ഭഗവാനെ, എന്തൊരു മായയാണത്? അവിടെ ഒരു ദുഷ്ടനായ ധനികനാണെങ്കിൽ ഭഗവാൻ ധനികന് കുടിൽ ശരിയാക്കി കൊടുത്തു. എന്നാൽ ഇവിടെ ബ്രാഹ്മണൻ്റെ ഏക വരുമാന മാർഗമായ പശുവിൻ്റെ ജീവൻ എടുക്കുകയും ചെയ്തു. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, ആ ധനികൻ്റെ തൊഴുത്തിൻ്റെ മണ്ണിനടിയിൽ ഒരു നിധി ഉണ്ടായിരുന്നു. അത് ഞാൻ കുടിൽ ശരിയാക്കിയതുകൊണ്ട് ആ ധനികൻ ഒരിക്കലും ആ കുടിൽ പൊളിക്കില്ല. ആ ധനം അയാൾക്ക് കിട്ടുകയും ചെയ്യില്ല. ധനം കിട്ടിയ അയാൾ കുറച്ചും കൂടെ ദുഷ്ടതരങ്ങൾ ചെയ്യുകയേ ചെയ്യത്തുള്ളൂ. എന്നാൽ ഈ ബ്രാഹ്മണന് അതിൻ്റെ കർമ്മത്തിൽ ഒരു ദോഷമുണ്ടായിരുന്നു. ഒരു ദുഃഖം അനുഭവിക്കണമെന്നുണ്ടായിരുന്നു. അയാളുടെ ഭാര്യയും കുഞ്ഞിനെ ഞാൻ സംരക്ഷിച്ചു. പക്ഷെ ആ ദുഃഖം അനുഭവിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ അയാളുടെ പ്രിയപ്പെട്ട പശുവിൻ്റെ ജീവനാണ് എടുത്തത്. പശുവിൻ്റെ ജീവൻ എടുത്തതുകൊണ്ട് അയാൾക്ക് ആ ദുഃഖം അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ കുടുംബത്തെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്തു. ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനും ഓരോരോ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ആ അർത്ഥം മനസ്സിലാക്കാതെ ഭഗവാനെ ഒരിക്കലും പഴിചാരില്ല. കാരണം നമുക്ക് വരുന്ന ഓരോ ദുഃഖങ്ങൾക്കും ഓരോ സന്തോഷങ്ങൾക്കും എല്ലാത്തിനും ഭഗവാന്റെ ഉത്തരങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും ഭഗവാൻ വരുത്തുന്നത്. ചിലപ്പോൾ ആ ദോഷങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഭഗവാന്റെ മായകൾ കാണും. നമുക്കതിൽ നല്ലൊരു സന്തോഷം തരാനായിരിക്കും ഭഗവാൻ അതെല്ലാം ചെയ്യുന്നത്. ഭഗവാനെ ഉറക്കെ വിശ്വസിച്ചോളൂ, നല്ലതായിട്ട് പ്രാർത്ഥിച്ചോളൂ, നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറും. ഭഗവാൻ കൂടെ തന്നെ ഉണ്ട്. കൃഷ്ണ ഗുരുവായൂരപ്പ.